ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇത് കണ്ടിട്ട് ആരും ചിക്കൻ കറിയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സോയാബീനും ഗ്രീൻ ബീൻസും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെള്ളയപ്പവും സ്റ്റു കറിയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ സോയാബീനും ഗ്രീൻ ബീൻസും കൂടെ കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇതുപോലെ അല്ലി തിരിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കോൺഫ്ലവർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ചീഞ്ചട്ടി എടുത്ത് അതിൽ കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ ബീൻസ് മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയും ഇട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ ഇവിടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് 2-3 തവണ കഴുകി അതിലത്തെ വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം രണ്ടായി മുറിച്ച് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവർ പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ സോയാബീനും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയാബീൻ ആയാലും കോളിഫ്ലവർ ആയാലും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മുടെ ഒരു അടുപ്പത്ത് ചോറും കൂടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോയാബീനിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കാം. അതിനായിട്ട് 4 സവാള ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം തന്നെ നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോയാബീൻ ഫ്രൈയിലേക്ക് വേണ്ട നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ വേവിച്ച് വെച്ചുള്ള നമ്മുടെ ഗ്രീൻ ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീനും കൂടെ അതിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയേക്കാളും ടേസ്റ്റിൽ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ആരും ചിക്കനാണ് തെറ്റിദ്ധരിക്കരുത്. ചിക്കനേക്കാളും ടേസ്റ്റിൽ നമ്മൾ സോയാബീനും ഗ്രീൻ ബീൻസും കൂടെ വെച്ചതാണ്. അതേപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ കോളിഫ്ലവറിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്റെ ഐറ്റംസ് ആണ് സോയാബീൻ ഗ്രീൻ ബീൻസ് ഫ്രൈ ചെയ്തതും നമ്മുടെ കോളിഫ്ലവറും കൂടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസും ചാനൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മാത്രമല്ല നമ്മുടെ ചാനലിലേക്ക് പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.